ഇടുക്കിയിൽ വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ നാടകീയ സംഭവങ്ങൾ. ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്നിറക്കി നടുറോഡിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് മൃതദേഹം ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചു. ഇന്ദിരയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനിരിക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇരച്ചെത്തിയത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കി. തടയാൻ ശ്രമിച്ച പോലീസിനെ മറികടന്ന് മൃതദേഹവുമായി ആശുപത്രിക്ക് പുറത്തേക്ക്. മൃതദേഹം വഹിച്ചുള്ള പ്രതിഷേധം ഗാന്ധി സ്ക്വയറിലേക്ക്. നേതൃത്വം നൽകാൻ ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പിള്ളിയും. കാട്ടാന ആക്രമണം തുടർക്കഥയായിട്ടും വനം വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇന്ദിരയുടെ സഹോദരൻ. ഇന്ദിരയുടെ മരണത്തിന് കാരണക്കാർ സർക്കാരെന്ന് ഡീൻ കുര്യാക്കോസ് MP. നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് വന്യജീവി പ്രശ്നമുള്ളതെന്ന് എല്ലായിടത്തും അറിയാം, എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു? മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്നും നടപടിയുണ്ടാകുമെന്നും മന്ത്രി P. രാജീവ്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമായ സംഗതിയാണ്. മൃതദേഹം വഹിച്ച് പ്രതിഷേധിച്ചത് ഇന്ദിരയുടെ കുടുംബത്തിന്റെ അനുമതിയോടെയെന്ന് മന്ത്രിക്ക് മറുപടിയുമായി മാത്യു കുഴൽനാടൻ. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു, ആ കുടുംബത്തിന്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ആ ബോഡിയുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത്. പ്രതിഷേധത്തിനിടെ അപ്രതീക്ഷിതമായി പോലീസ് നടപടി. നേതാക്കളെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ പ്രതിഷേധക്കാർ കെട്ടിയ ഷെഡ് തകർത്ത് ഇന്ദിരയുടെ മൃതദേഹവുമായി പോലീസ് ആശുപത്രിയിലേക്ക്. വൈകിട്ട് 6 മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ദിരയുടെ മൃതദേഹം കാഞ്ഞിരവേലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.